ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി, ഒരു ജാതി എന്നെല്ലാവരും പറയും. എന്താ ഒരു ജാതി എന്ന് പറഞ്ഞാൽ? പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. ജാതി എന്ന് പറയുന്നത് അൻപുള്ളവനാണ്, അതായത് അനുകമ്പയാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഹിറ്റ്ലർ വലിയ രാജ്യങ്ങളൊക്കെ കീഴടക്കി, ഒരുപാട് രാജ്യങ്ങളെ കൊന്നു, ആളുകളെല്ലാം കൊന്നു, വലിയ ചക്രവർത്തിയായി വാണു. പക്ഷെ അയാൾക്ക് അനുകമ്പയില്ല, അയാൾക്ക് ആ വികാരമില്ല. അപ്പോൾ അയാളെ മനുഷ്യരായിട്ട് കണക്കൂട്ടാൻ സാധിക്കില്ല. അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യൻ എന്ന വാക്ക് തന്നെ ശരിക്കും നമ്മളുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ആളതാണ്. മതമേതായാലും മനുഷ്യൻ, അങ്ങനെയാണ്, അങ്ങനൊരു വാക്ക് വരികയാണ്. അതിന് മുമ്പ് അങ്ങനെ വന്നിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഈ മനുഷ്യനെ ഈ 20ാം നൂറ്റാണ്ടിൽ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വെറും ആളല്ല, നമ്മളങ്ങനെ പറയുന്ന ആൾക്കുരങ്ങല്ല, ആളല്ല. ഈ മനുഷ്യനാണ്, ഒരു സംസ്കാരമുള്ളവനാണ്. അതാണ് ഗുരുവിൻ്റെ സൂചന. അതാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നവൻ അനുകമ്പയുള്ളവനാവണം. അനുകമ്പയാണ് സർവസ്വവും. അനുകമ്പ വരുന്നതോടുകൂടി ജാതി തന്നെത്താൻ പത്തി താഴ്ത്തി എവിടേക്കോ ഇഴഞ്ഞു പോകുക തന്നെ. അനുകമ്പ വരുന്നതോടുകൂടി മനുഷ്യൻ്റെ അനുകമ്പ പ്രബുദ്ധമായ ഒരാശയമാണത്. സർപ്പത്തോടും ഇതര പ്രാണികളോടും എല്ലാമുള്ള അനുകമ്പയാണ്. അങ്ങനെ അനുകമ്പയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിൽ എന്തായാലും പറ്റിയില്ല. 21ാം നൂറ്റാണ്ടിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിയിൽ ഒരാളും എത്തിച്ചേരാൻ പോകുന്നില്ല. കാരണം വെജിറ്റേറിയൻ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വെജിറ്റേറിയൻ ആവാൻ സാധിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതിയിലെത്താം. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. 21ാം നൂറ്റാണ്ടിലും അല്ല, അടുത്ത 2-3 നൂറ്റാണ്ടുകൾ വന്നാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പ്രാണികൾക്കൊന്നും ഒരു രക്ഷയും ഉണ്ടാവുകയില്ല. നമ്മൾ ഏറ്റവും വലിയ സാംസ്കാരിക പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ വലതു കൈയിൽ ഒരു പോത്തിൻ്റെ തുടയിലെ ഇറച്ചിയുടെ കഷണമുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഈ വെജിറ്റേറിയനിസത്തിൻ്റെ ഈ പ്രതീക്ഷയ്ക്കെല്ലാം തകർച്ച സൃഷ്ടിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മാംസമായിരുന്നല്ലോ ഏറ്റവും വലിയ ഭക്ഷണമായി വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ കുറേ പുരോഗമിച്ചു, അത് മാറി. ഇനി നമ്മൾ അടുത്ത സാംസ്കാരിക നവോത്ഥാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് മനുഷ്യ ചരിത്രത്തിൽ ഇനി ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഈ ജന്തു മാംസത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്നുള്ള മോചനമായിരിക്കും. അതായിരിക്കും അടുത്ത പാരഡൈം ഷിഫ്റ്റ് വരുന്നത്. അവിടം വരെ ഈ ജീർണമായ, ഈ ഒരു ജാതിയിലെത്താൻ സാധിക്കാത്തതായ ദുരവസ്ഥകൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ ഇന്ന് സാഹിത്യം വലിയ വാർത്തയാകാത്തത് എനിക്ക് തോന്നുന്നത് ഇതാണ്. ഈ അൺകൺവെൻഷണലായിട്ടുള്ള ഒരു അന്വേഷണവും ഈ ഭാരിച്ച അല്ലെങ്കിൽ വലിയ ആഴത്തിലുള്ള ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പും നടത്താൻ സാധിക്കാത്തതുകൊണ്ടാകാം. അങ്ങനെ ചരിത്രത്തെ നമ്മൾ തകർക്കുകയാണ് വേണ്ടത്. ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഉണ്ടാക്കി വച്ചിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സൂക്തങ്ങളെ ഒരു പര്യവേഷണത്തിലൂടെ തകർക്കുകയാണ് വേണ്ടത്. ആ ചരിത്രമല്ല ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഖ്യാനങ്ങൾ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, സമയമുണ്ടോ എന്നറിയില്ല, 2 മിനിറ്റ് സമയമുണ്ടോ? മറ്റൊന്ന്, നമ്മൾ ഈ പറയുന്ന ലോക സാഹിത്യത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പല ആശയങ്ങളും കാലഹരണപ്പെട്ടു പോയി. ഇപ്പോൾ സാഹിത്യ പ്രവർത്തകൻ വല്ലാതെ അനാഥത്വം അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു എഴുത്തുകാരൻ്റെ അനുഭവം വളരെ ചർച്ച ചെയ്യപ്പെട്ട ആശയമാണത്. അനുഭവം എന്ന് പറയുന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്കാർ വൈൽഡ് പറഞ്ഞു അതൊരു ദൂഷിത വലയമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് വ്യക്തമായത് 20ാം നൂറ്റാണ്ടിലാണ്. കാരണം ഈ തുണ്ടുകളാണ് നമ്മളിന്ന് അനുഭവിക്കുക. ടെലിവിഷനിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ചാനലുകളാണ്, 100ഓളം ചാനലുകൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് പല്ലിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഒരു ചാനൽ, ഒരു വിഷ്വൽസ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾക്ക് ഭ്രാന്തുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് ഓരോ സെക്കൻഡിലും തന്നെ റിമോട്ടിൽ വിരലമർത്തിക്കൊണ്ടിരിക്കും. അതൊരു കുരങ്ങിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ റിമോട്ടിൽ വിരലമർത്തുന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ ധാരാളം പഠിച്ചിട്ടുണ്ട്, പഠനങ്ങൾ നടക്കുകയാണ്. ആ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെരുതെരെ വിരലമർത്തുന്നത്? ആ വിരലമർത്തുന്നത് വേറൊന്നുമല്ല, കുരങ്ങിൻ്റെ സ്വഭാവമാണ്. ഒരുതരം ഭ്രാന്താണ്. ആ ഭ്രാന്തിലൂടെ നമ്മളിങ്ങനെ പല വിഷ്വൽസിലൂടെ 100 ചാനലിലും കടന്നു വരുമ്പോൾ നമ്മൾക്ക് മുന്നിൽ ഒരു 10-50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഖണ്ഡമായ അനുഭവം ഉണ്ടാവുന്നേയില്ല. എല്ലാം തുണ്ടുകളായി ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ മനസ്സിലൊന്നും തന്നെ ഉണ്ടാവുകയില്ല, ചിതറിപ്പോയിരിക്കും. എല്ലാം തുണ്ട് ഒരു വീഡിയോ റിംഗ് ടോണുകൾ, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ ഒരു ശകലങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഒരു കമൻറ്റ്, അല്ലെങ്കിൽ ഒരു ബ്ലോഗിലെ ഒരു വാചകം എന്ന നിലയിൽ അത് തുണ്ടായി. ആ തുണ്ടുകളാണ് ഇന്നത്തെ സാംസ്കാരികമായ അനുഭവമായി മാറുന്നത്. ആ തുണ്ടുകൾ കൊണ്ട് നമ്മൾ അനുഭവം അതിനെ വിശേഷിപ്പിക്കാൻ വാസ്തവത്തിൽ സാധിക്കുകയില്ല. കാരണം ഈ തുണ്ട് അനുഭവങ്ങളാകട്ടെ മനുഷ്യൻ വില കൊടുത്ത് വാങ്ങുകയാണ്. മെട്രോ ട്രെയിനിലൊന്ന് കയറി ഒരു 5 മിനിറ്റ് യാത്ര ചെയ്തു, രൂപ കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന മെട്രോ ട്രെയിനെ ഉപേക്ഷിച്ചിട്ട് പോരുമ്പോൾ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തതിൻ്റെ അനുഭവം വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ അനുഭവം അല്ലത്. അത് ഉപഭോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ വാങ്ങിയ അനുഭവമാണ്. അതുതന്നെ ഓർമ്മകൾ. മലയാള സാഹിത്യം നോക്കി ഒരു പ്രസിദ്ധീകരണം ഓണത്തിന് മുഴുവനും ഓർമ്മകളായിരുന്നു അച്ചടിച്ചത്. രോഗത്തെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അച്ചടിച്ചത്. ഓർമ്മകളെന്നൊക്കെ പറയുന്ന സാഹിത്യത്തിൽ ഒരു 75 വർഷം മുമ്പെങ്കിലും അച്ചടിക്കാമായിരുന്നു. അത് ഓർമ്മകളെക്കുറിച്ച് ഫാൾസ് മെമ്മറീസ്. നമ്മുടെ ഓർമ്മ ശരിയല്ല, ഓർമ്മകൾ തെറ്റാണ്. നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ശരിയല്ലത്. അത് വീണ്ടും ഇൻവെൻറ്റ് ചെയ്യണം, വീണ്ടും കണ്ടെത്തണം. അത് ഇപ്പോൾ സാഹിത്യകാരൻ, കവി അങ്ങനെയാണ് ചെയ്യുന്നത്. അത് തൻ്റെ ഭൂതകാലത്ത് അയാൾ നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ കാലിഡോസ്കോപ്പിൽ എന്ന പോലെ തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചുമാണ് തൻ്റെ ഭൂതകാലത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്നിട്ടും പൂർത്തിയാവുന്നില്ല. താൻ ജീവിച്ച ജീവിതങ്ങൾ പല കോണുകളിൽ നിന്ന് വീക്ഷിക്കാൻ സാധിക്കും. തൻ്റെ ഇഷ്ടങ്ങൾ, തന്നോടുണ്ടായിരുന്ന ഇഷ്ടങ്ങൾ എല്ലാം വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആത്യന്തികമായ ഒരു വായന അതിൽ സാധ്യമാവുന്നില്ല. അതുകൊണ്ട് ഓർമ്മയെ നമ്മൾ ഒരു വലിയ അനുഭവത്തിൻ്റെ അഖണ്ഡമായ വസ്തു എന്ന നിലയിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സാഹിത്യപരമായ വലിയൊരു അപരാധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സാഹിത്യം ഇപ്പോഴും ഈ ക്ലാസിക്കൽ പാരമ്പര്യത്തിൻ്റെ ഈ അഖണ്ഡമായ ഏകകേന്ദ്രീകൃതമായ ഒരു അവസ്ഥയിൽ പെട്ട് നിൽക്കുകയാണ്. ആ ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ സമീപനത്തിൽ നിന്ന്, അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരേണ്ട ഘട്ടമാണിത്. ക്ലാസിക്കൽ കൃതികളൊന്നും നമ്മളെ ഇന്ന് സ്വാധീനിക്കുന്നേ ഇല്ല. ഇന്നാരെങ്കിലും ഷേക്സ്പിയറെ പോലെ നാടകം എഴുതുകയില്ലല്ലോ. ഇന്നാരെങ്കിലും ചമ്പുക്കൾ എഴുതാൻ പോകും. ഇന്ന് കാലൊടിഞ്ഞ് അച്ഛൻ്റെ തല്ലുകൊണ്ട് കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്ന ഒരു കുട്ടി കാകളി വൃത്തത്തിൽ കവിത പാടും. അങ്ങനെ അവൻ പാടുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ നോക്കി അവൻ കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ കവിത പോലും ജീവിതത്തെ പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറുന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. ഏറ്റവും വേദനിപ്പിക്കുന്ന വസ്തുതയാണ്. സ്വന്തം അമ്മ തന്നെ മകളെ കൊണ്ടുപോയി പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുമ്പോൾ ഈ മകൾ എഴുതുന്ന സാഹിത്യത്തിൽ ഈ ചമ്പുക്കളും വഞ്ചിപ്പാട്ടും ഒക്കെ വരാൻ സാധിക്കുമോ? അതിൽ കാകളി വരുമോ? കളകാഞ്ചി വരുമോ? അങ്ങനെ വരികയാണെങ്കിൽ അത് എത്ര അപഹാസ്യമായിരിക്കും. അതുകൊണ്ട് ഈ സാഹിത്യ രൂപങ്ങളെ സംബന്ധിച്ചുള്ള വലിയ വീണ്ടും വിചാരത്തിൻ്റെ ഘട്ടമാണിത്. ഈ സാഹിത്യ രൂപങ്ങളെ നമ്മൾ പുനഃപരിശോധിക്കണം. പുതിയ രൂപങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നോവലൊക്കെ വന്നത് നമുക്കറിയാം. നോവൽ ഒരു രൂപം കൊണ്ടും എഴുത്തുകാരൻ തൃപ്തിപ്പെടാത്ത ഘട്ടത്തിലാണ് നോവലുണ്ടാകുന്നത്. നോവൽ ഇന്നും പുതിയ ഒരു രൂപത്തിൻ്റെ സാധ്യത ഒരുക്കി തരും. നിങ്ങൾക്ക് ഒരു സാഹിത്യ രൂപത്തിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോവലിലാണ് പിന്നെ അഭയമുണ്ട്. നോവലെന്ന് പറയുന്നത് പുതിയതെന്നാണ്. ആ പുതിയതുണ്ടാക്കാൻ നോവലിസ്റ്റിന് ബാധ്യതയുണ്ട്. നോവൽ എഴുതുന്നയാൾ നോവൽ എന്ന കലാരൂപത്തെ അനുകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കവിത എഴുതുന്നയാൾ കവിത എന്ന മാധ്യമത്തെ അനുകരിക്കാൻ പാടില്ല. കാവ്യാത്മകമാകാൻ പാടില്ല. അയാൾ എഴുതി കഴിഞ്ഞ ശേഷം അത് കവിതയാകണോ വേണ്ടോ എന്നുള്ളത് അതിൻ്റെ വിധിയാണ്. ആ രീതിയിലാണ് അതിൻ്റെ രൂപത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം ഞാൻ ഇവിടെ ആനുഷികമായി സൂചിപ്പിച്ചത് ശ്രീനാരായണഗുരു നൽകിയ ഈ നവോത്ഥാനത്തിൻ്റെ വെളിച്ചവും അതെല്ലാം എവിടേക്കോ ചിതറിപ്പോയിരിക്കുന്നു. അതൊന്നും നമ്മളുടെ സാംസ്കാരിക മുഖ്യധാരയിൽ ഇനിയും പ്രവേശനം കിട്ടാതെ അവശേഷിക്കുകയാണ്. അത് പുതിയ തലമുറയിൽ പുതിയ സിനിമാ സംവിധായകർ, പാട്ടെഴുത്തുകാർ, സംഗീത സംവിധായകർ, നാടക സംവിധായകന്മാർ, നാടകകൃത്തുക്കൾ ഇവരെല്ലാം അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ട് അവരെ കൃതിയിൽ അത് അവതരിപ്പിച്ച് ജനാധിപത്യപരമായി അവർ നീതി പുലർത്തി എന്ന് വരികയാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഈ നൂറ്റാണ്ട് കാണാൻ പോകുന്ന ഒരു വലിയ ഗുരു പൂജ എന്ന് പറയുന്നത്. നമസ്കാരം. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. 15 വയസ്സിനുള്ളിൽ ഏകദേശം 400-ലധികം ഇംഗ്ലീഷ് കവിതകളും ഇംഗ്ലീഷ് നോവലുകൾ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ നിരവധി രചനകളടക്കം നടത്തി റോട്ടറി ഇൻ്റർനാഷണൽ അവാർഡുകൾ തുടങ്ങിയ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ കുമാരി ഐശ്വര്യ ടി അനീഷിനെ ശിവഗിരി മഠത്തിൻ്റെ ആദരവ് നൽകുന്ന ചടങ്ങാണ്. ആദരിക്കൽ ചടങ്ങിലേക്ക് കുമാരി
ഐശ്വര്യ ടിയെയും ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രസന്ന രാജനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, വളരെ സുദീർഘമായൊരു പ്രഭാഷണം നടത്തുവാൻ പറ്റിയ ഒരു സമയമല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാഹിത്യ സമ്മേളനത്തിൽ തന്നെ ഇനി നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കവിതകൾ വായിക്കുവാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. സമാപന സമ്മേളനം വിപുലമായി ഇനി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ദീർഘമായി എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവഗിരിയിലെ സാഹിത്യ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളെ ഒരു നിത്യ സാന്നിധ്യമായിരുന്നു ഞാൻ വളരെ വർഷക്കാലം. ശിവഗിരിക്കുന്നിൻ്റെ അപ്പുറത്തുള്ള കാറ്റാടിക്കുന്നിൽ 4-5 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യവും മനോഹരവുമായ ഒരു കാലമായിരുന്നു അത് എന്ന് ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം എൻ്റെ വീട് വിട്ട് ഞാൻ ഈ ശിവഗിരി കുന്നിലേക്ക് വരികയും ഈ പ്രകൃതിയുടെ മനോഹാരിത ഞാൻ ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രകൃതി വാസ്തവത്തിൽ വളരെ കുറവ് തന്നെയായിരിക്കും. അന്നത്തെ സാഹിത്യ സമ്മേളനത്തിൽ 1983 ഒരു സമ്മേളനം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ശ്രീ മുകുന്ദൻ, ശ്രീ വൈശാഖൻ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു, ശരിയാണ്, പറഞ്ഞ വലിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അനുഭവം ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനീ പങ്കെടുത്ത 83 സാഹിത്യ സമ്മേളനം ഓർക്കുകയാണ്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ വരികയും 50ാമത്തെ തീർത്ഥാടന സമ്മേളനമാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം ചെയ്തു പോവുകയും ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വലിയ സമ്മേളനങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിലായിരുന്നു സാഹിത്യ സമ്മേളനം. പ്രൊഫസർ സുമർ അഴീക്കോട് നടത്തിയ ഒരു പ്രസംഗം, അതിലെ ഒരു ഉപമ എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം അന്നത്തെ സദസ്സിനെ നോക്കി പറഞ്ഞു, അപ്പോൾ സദസ്സ് ഇതുപോലെ തന്നെ വിപുലം ആണ്, എന്നാൽ നിറഞ്ഞു കവിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഉപമയാണ്. അദ്ദേഹം പറഞ്ഞത്, വലിയൊരു മഹാറാണിയുടെ ഒരു എഴുന്നള്ളത്തിന് ശേഷം വഴിയിലേക്കാരോ വലിച്ചെറിഞ്ഞിട്ട ഒരു കൈലേസ് പോലെയുള്ള ആൾക്കൂട്ടം എന്നാണ് അഴീക്കോട് സാറ് വളരെ തമാശകാലം സ്വരത്തിൽ അന്ന് പറഞ്ഞത്. ആ ഒരു ഉപമ വാസ്തവത്തിൽ ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് വർഷക്കാലം ഞാൻ ഇന്നും ഓർക്കുകയാണ് ആ ഒരു ഉപമ. അതേപോലെയുള്ള ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. OV വിജയൻ വന്ന് ഞാൻ ഓർക്കുന്നു. നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന ആളല്ല വിജയൻ, പക്ഷെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, പക്ഷെ കുറിക്കൊള്ളുന്ന വാക്കുകളായിരുന്നു അത്. അതുപോലെ പ്രൊഫസർ MN വിജയൻ്റെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു സാഹിത്യ പ്രസംഗം അന്ന് സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഞാൻ ഏറ്റവും പിറകിൽ നിന്നുകൊണ്ട് ആ പ്രസംഗം ഒരു സംഗീതം പോലെ ആസ്വദിച്ചു. അതേപോലെയുള്ള സാഹിത്യ സമ്മേളനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ശിവഗിരിയിൽ നിന്നല്ല, കേരളത്തിൽ എവിടെയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ
സാഹിത്യ സമ്മേളനങ്ങൾ നമ്മുടെ ബുദ്ധിയെ ഉണർത്തുന്ന, നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന, നമ്മുടെ ഭാവനയുടെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റാത്തത് എന്ന് ഖേദപൂർവ്വം ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാഹിത്യകൃതികളിലേക്ക് നാം വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നാം മടങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. ഇവിടെ സാഹിത്യകൃതികൾ ഉണ്ടാകുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനോട് ഞാൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും സാഹിത്യകൃതികൾ ഉണ്ടാകുന്നുണ്ട്, മികച്ച കൃതികൾ തന്നെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ശ്രീ മുകുന്ദൻ തന്നെ 2 വർഷത്തിന് മുമ്പ് എഴുതിയ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന നോവൽ, അതേപോലെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം നമുക്കറിയാം, നിരന്തരം പരീക്ഷണങ്ങളുടേതാണ്. ഒരു നോവൽ കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നോവലിലേക്ക് അദ്ദേഹം പോകുന്നു. ഓരോ നോവലും ഓരോ പരീക്ഷണമാക്കി മാറ്റി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സാഹിത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച സംഭവിച്ചു, മലയാള സാഹിത്യത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സാഹിത്യ ചിന്തകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. പത്രമാസികളിൽ തന്നെ കവിതയെക്കുറിച്ചുള്ളൊരു പഠനം അയച്ചു കൊടുത്താൽ അവർക്ക് അത് പ്രസിദ്ധീകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ സിനിമാ പാട്ടുകളെക്കുറിച്ച് എന്തെഴുതിയാലും പ്രസിദ്ധീകരിക്കാൻ എളുപ്പമാണ്. സിനിമാ പാട്ടുകളെക്കുറിച്ചുള്ള ദീർഘങ്ങളായ ചർച്ചകളാണ് പലപ്പോഴും നമ്മുടെ പത്രമാസികകളിൽ നടക്കുന്നത്. പാട്ട് നല്ലത് തന്നെയാണ്, ഞാൻ പാടാറില്ലെങ്കിലും പാട്ടിൻ്റെ ആസ്വാദകനാണ്. ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ്. ഓരോ പാട്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. നമുക്കറിയാത്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മഹത്തായ കവിതയെ നമ്മൾ പത്രമാസികൾ മറക്കുന്നു. മഹത്തായ കലാസൃഷ്ടികളെ പലപ്പോഴും പത്രമാസികൾ മറക്കുന്നു. നിരൂപണത്തിൻ്റെ സ്വതന്ത്ര സ്വരം ഇന്ന് സത്യത്തിൽ നമ്മുടെ സാഹിത്യ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. നിരൂപണം മരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഭാഷയിൽ നിരൂപണം ഇല്ലാതെയായാൽ അതിൻ്റെ അർത്ഥം സ്വതന്ത്ര ചിന്ത മരിക്കുന്നു എന്നാണ്. അത് നമ്മുടെ മലയാളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഹരികുമാർ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാസികകളിൽ ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ വിൽക്കുന്നത് അവർ പ്രസിദ്ധീകരിക്കുന്നു. ഒരാഴ്ചപ്പതിപ്പ് ഒരു ആഴ്ച ഇറങ്ങിയാൽ 4 ദിവസങ്ങളിൽ 3 ദിവസങ്ങൾ കേരള വക വിറ്റ് തീരുന്നു. അപ്പോൾ കച്ചവടത്തെ ആസ്പദമാക്കി മാത്രം, വിറ്റുപോകുന്നതിനെ ആസ്പദമാക്കി മാത്രമാണ് ഇന്ന് പത്രമാസികകൾ നിലനിൽക്കുന്നത്. സാഹിത്യ പഠനങ്ങൾക്കോ സാംസ്കാരിക പഠനങ്ങൾക്കോ സ്വതന്ത്രമായ ചിന്തകൾക്കോ ഇന്ന് പ്രാധാന്യം കുറഞ്ഞു വരികയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു പത്രത്തിൻ്റെ കാര്യം പറയാം. 1930 മുതൽ 35 വരെ മാത്രം നിന്ന ഒരു ചെറിയ പത്രം, എ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആൾ നടത്തിയിരുന്ന ഒരു ചെറിയ പത്രം. ആ പത്രത്തിൻ്റെ പേര് കേസരി എന്നായിരുന്നു. കേസരി പത്രം 5 വർഷം മാത്രമേ അത് നിലനിന്നുള്ളൂ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ കേസരി പത്രം. പക്ഷേ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ വലിയ ഒരു നവോത്ഥാനത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ആ പത്രത്തിന് കഴിഞ്ഞു. അത് സാഹിത്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ, തൊഴിലാളി രംഗ പ്രവർത്തന മേഖലയിൽ എന്നു വേണ്ട എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ എ ബാലകൃഷ്ണപിള്ളയുടെ കേസരി എന്ന് പറയുന്ന ഒരു കൊച്ചു പത്രത്തിന് കഴിഞ്ഞു. അതിലൂടെ വന്ന കഥകൾ വായിച്ചാണ് തകഴി ചെറുകഥ എന്താണെന്ന് മനസ്സിലാക്കിയത്. തകഴി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ വരുന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നിവർത്തന പ്രക്ഷോഭണത്തിന് നായകൻ മുന്നോട്ട് പോയത്. അന്നത്തെ 30കളിൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തകർ കേസരിയുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് തൊഴിലാളി പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ വിപ്ലവ പ്രവർത്തന രംഗത്തും മുന്നോട്ട് പോയത്. എല്ലാവർക്കും മാർഗദർശിയായി ഒരു പ്രകാശ ഗോപുരം പോലെ ഉയർന്നു നിന്നു കേസരി ബാലകൃഷ്ണപിള്ള 1930കളുടെ തുടക്കത്തിൽ. പക്ഷേ പെട്ടെന്ന് നിന്നുപോയി. അന്നത്തെ ഗവൺമെൻറ്റിനെ എതിർത്ത് ഒരു ലേഖനം വന്നതോടുകൂടി അതിൻ്റെ ലൈസൻസ് നിർത്തുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള തൻ്റെ പത്രപ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാലും 1960 മരിക്കുന്നതുവരെ എ ബാലകൃഷ്ണപിള്ള കേസരി പത്രാധിപർ എന്നാണ് അദ്ദേഹം അന്ന് തൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള പത്രങ്ങൾ വായനക്കാരെ പാടി ഉറക്കുന്ന പത്രങ്ങളല്ല, വായനക്കാരുടെ ചീഞ്ഞ അഭിരുചിയെ കൂടുതൽ ചീഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന പത്രങ്ങളല്ല,
വായനക്കാരൻ്റെ ബുദ്ധിയെ ഉണർത്തുന്ന, അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന പത്രമാസികകൾ വേണം. അങ്ങനെയുള്ള പത്രമാസികകൾ ഇന്ന് കുറഞ്ഞു വരികയാണ് എന്നുള്ള ഒരു ഖേദം എനിക്കുന്നുണ്ട്. ഒരുപാട് പത്രമാസികളുണ്ട്, നല്ല വർണ്ണ കടലാസിൽ അച്ചടിച്ച് വരുന്ന ഒരുപാട് പത്രമാസികകളുണ്ട്. ആരുടെയൊക്കെയോ ശബ്ദത്തിൽ സംസാരിക്കുന്ന ലേഖകന്മാരും ഇവിടെ കാണാം. പക്ഷേ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ഒരു പുസ്തക നിരൂപണ പങ്ക്തി പോലും ഇന്ന് പത്രമാസികയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നും പുസ്തക നിരൂപണം വരുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ നല്ല പുസ്തകങ്ങൾക്ക് നല്ല ചതുര വടിവിൽ, ചന്ദന വാക്കുകളിൽ ഒക്കെ നിരൂപണം വരുന്നുണ്ട്. അതല്ല വേണ്ടത്. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം അത് ഇന്ന് നമ്മുടെ പത്രമാധ്യമ രംഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരൂപണ രംഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാരാണ് ഉത്തരവാദി? നിരൂപകരാണോ, അല്ലെങ്കിൽ പത്രമാസികളാണോ, വായനക്കാരാണോ? നമുക്കിത് ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ശിവഗിരി മഠത്തോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ KC ഉമേഷ് ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പലകുറി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മടങ്ങിയ ഒരാളാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. 10 മിനിറ്റ് കൊണ്ടൊന്ന് സംസാരിക്കാം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒരു പക്ഷേ ഗുരുവിന് 3 പതിറ്റാണ്ടിന് ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കേരളം പ്രവർത്തിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നിന്നും വിശ്രമിക്കുന്ന ഒരു സമൂഹം എന്നൊരു സ്ഥലത്തേക്ക് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വിശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് ഇണങ്ങുന്ന ശ്രീനാരായണ ഗുരുവിനെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൃത്യമായിട്ട് വിശദീകരിച്ച ഒരാൾ ഒരു മറുനാടൻ സന്യാസിയാണ്. അദ്ദേഹത്തെ ഗുരുവിനെ വളരെ ചെറിയ പുസ്തകത്തിൽ വാറിയർ ഋഷി എന്നാണ് വിളിച്ചത്. യോദ്ധാവായ ഋഷി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അത് കൃത്യമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ പിന്നീട് എഴുതി ആരും തന്നെ ഒരുപക്ഷെ ഗുരുവിനെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. കാരണം ഗുരു നമ്മുടെ വിശ്രമ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരാളാക്കി ഗുരുവിനെ അങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇരിക്കുന്ന ഗുരുവിനെയാണ് പത്മാസനത്തിൽ ഇരിക്കുന്ന ഗുരുവിനെയാണ് നിരന്തരമായിട്ട് നാം പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് ഗുരുവിൻ്റെ ജീവിതത്തിനോട് ചെയ്യുന്ന ഒരു നീതിയല്ല. കാരണം ഗുരു അവിശ്രമമായി സഞ്ചരിക്കുകയും ഒരുപക്ഷെ ഒരു സന്യാസിയിൽ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാവാത്തത്രയും വലിയ അധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്ത് ജീവിച്ചു മരിച്ച ഒരാളാണ്. ഇത് ഇനിയെങ്കിലും ആരെങ്കിലും പറയാൻ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ പത്മാസനത്തിലിരിക്കുക, സുഖാസനത്തിലിരിക്കുക, ആസനം പഠിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായി കാണുക. ഇത് കച്ചവടം ചെയ്യപ്പെടുകയും തെറ്റായി കച്ചവടം ചെയ്യപ്പെടുകയും അങ്ങനെ തെറ്റായി കച്ചവടം ചെയ്തിട്ട് അറിയാതെ വിളക്ക് കണ്ടിട്ട് പോകുന്ന വണ്ടുകളെ പോയി ആളുകൾ ഭ്രാന്തന്മാരായി മരിക്കുകയും ചെയ്യുന്നൊരു കേരളവും ഇന്ത്യയും ഉണ്ട് നമ്മുടെ ചുറ്റിലും. പതഞ്ജലി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പതഞ്ജലി നന്നായിട്ടിരിക്കുക. കോട്ടുകോയിക്കൽ വേലായുധൻ്റെ ജീവചരിത്രത്തിൽ വളരെ സത്യസന്ധമെന്ന് കരുതപ്പെടുന്ന ജീവചരിത്രത്തിൽ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് നിവർന്നിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ നന്നായി എത്രയോ സമയം ഇങ്ങനെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമായിട്ട് മാത്രമേ ഇതിനെ പണ്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിനെ ഇപ്പം അങ്ങനെയല്ല പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കൊള്ളരുതായ്മ കൊണ്ടാണ്. അത് നമ്മുടെ കൊള്ളരുതായ്മ കൊണ്ടാണ്, നമുക്ക് ഗുരുവിനെ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വാസ്തവത്തിൽ നാം ഗുരുവിനെ വീണ്ടും കണ്ടെത്തണം. കാരണം ഗുരു യുക്തിവാദികളായ ശിഷ്യന്മാരുണ്ടായിരുന്നൊരു സന്യാസിയാണ്. അങ്ങനെ ഒരാൾ മാത്രമേ മലയാളത്തിൽ ഇന്ത്യയിലോ നമ്മൾ കാണുകയുള്ളൂ, യുക്തിവാദികളായ സന്യാസിമാർ. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേക്കൊല്ലമാണ് അയ്യപ്പ മാഷ്, യുക്തിവാദിയിലെ മഹാധീരനായിരുന്ന മഹാവിപ്ലവകാരിയായിരുന്ന അയ്യപ്പ മാഷ് തലശ്ശേരിക്കാരനായിട്ടുള്ള കോട്ടായി കുമാരനെ പോലുള്ള ഒരുപിടി ആളുകളെയും കൂട്ടി കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് തെറിപ്പാട്ട് പാടരുത്, കോഴിയെ വെട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മാർച്ച് നടത്തിയത്. അവരന്ന് മൃതപ്രായ രാഗോളം, അതാണ് കളവ് പറയാൻ സംസ്കൃതത്തെ ഉപയോഗിക്കാറുണ്ട്, മൃതപ്രായരാകുന്നത് വരെ മർദ്ദിച്ച ഒരു പഴയ യാഥാസ്ഥിതികത്വമുണ്ട് കൊടുങ്ങല്ലൂരിൽ. എന്നിട്ട് പിന്നീട് പരാതി പറയാൻ പോയ മനുഷ്യരോട് ഗുരു പറഞ്ഞ അർദ്ധോക്തിയിൽ നിർത്തിയൊരു വാക്യമുണ്ട്, അയ്യപ്പൻ നമ്മോട് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഇത് അദ്ദേഹം മരിക്കുന്നതിന് തലേക്കൊല്ലം നടന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വാറിയർ ഋഷി എന്നുള്ള ജോൺ സ്പിയേഴ്സിൻ്റെ പ്രയോഗമാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധം എന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നാം വിചാരിക്കേണ്ടത്. അങ്ങനെ ഗുരുവിനെ വീണ്ടും, കാരണം നമ്മുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ നമുക്ക് വലിയ മനുഷ്യന്മാരെ ഒട്ടും പരിചയമില്ല, അതാ പ്രശ്നം. പ്രസംഗവേദികളിൽ മാത്രമേ നാം വലിയ മനുഷ്യന്മാരെ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിവർന്നു നിൽക്കുന്ന നട്ടലുള്ള ഒരു സ്ഥാനമാനങ്ങൾ കൊണ്ടും കീഴ്പ്പെടുത്താനാവാത്ത മനുഷ്യരില്ല കേരളത്തിൽ ഇപ്പോൾ, കുറേ കാലമായിട്ടില്ല. അതുകൊണ്ട് ഗുരുവിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുക വളരെ പ്രയാസമാണ്. കാരണം ഗുരുവിൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, ദീർഘമായി പ്രസംഗിക്കുകയല്ല. നമുക്ക് ജാതിഭേദം മതദ്വേഷം എന്നിടത്ത് തുടങ്ങിയിട്ട് പിന്നീട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇതൊന്നും വേണ്ടതില്ല എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, യുക്തിവാദികളെ സംരക്ഷിക്കുന്ന സ്ഥലത്താണ്. എങ്ങനെയാണ് ഇങ്ങനൊരു മനുഷ്യൻ ഇത്രയും വിപ്ലവകരമായി അവനവനെ പരിവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് എല്ലാ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള എല്ലാ വലിയ യുദ്ധങ്ങൾക്കും അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് എല്ലാ ഘട്ടത്തിലും തുണ നിന്നത്? എങ്ങനെയാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നോക്കിയാൽ കാണാം. അങ്ങനെ യോദ്ധാവായ ഈ മനുഷ്യനെ വാസ്തവത്തിൽ പിന്നീട് വിശ്രമിക്കുന്ന ഒരു മലയാളിക്ക് വേണ്ടാതായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ് പത്മാസനത്തിലിരിക്കുന്ന ഒരു സന്യാസിയായി നാം അദ്ദേഹത്തെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് തിരുത്തേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് തിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ ആലസ്യം, നമ്മുടെ ഈ ജീർണത, അതാണ് 2 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ സമൂഹം ഉണ്ടാക്കി തീർത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കാരണം ശ്രീനാരായണൻ്റെ കീർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ, സ്തോത്രകൃതികൾ നോക്കിയാൽ, ശരീരകാമത്തെ ജയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ യുദ്ധങ്ങളുടെ കാവ്യസ്മരണകൾ അല്ലെങ്കിൽ കാവ്യസ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരീരകാമത്തെ ജയിക്കുന്നതിന് വേണ്ടി തൻ്റെ ചെറിയ വയസ്സിൽ ഒരു സന്യാസി തന്നോട് തന്നെ നടത്തിയ വലിയ യുദ്ധങ്ങളുടെ സ്മാരകം സ്തോത്രങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ യുദ്ധങ്ങളൊന്നും അവനവനോടോ ലോകത്തോടോ നടത്താനാവാത്ത, ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് മുമ്പത്തെ സോവിയറ്റ് വാർപ്പ് മാതൃകയുള്ള മാർക്സിസ്റ്റുകാർ ശ്രീനാരായണൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പെശക് വരുത്തിയിട്ടുണ്ട്. അവരിലെ പ്രാമാണികരായ പലരും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് അദ്ദേഹം ഒരു ബൂർഷ്വാ നവോത്ഥാന നായകനാണെന്നാണ്. ഇപ്പോഴത്തെ അത് സോവിയറ്റ് വാർപ്പ് മാതൃകയിലുള്ള പിന്നീട് 90കളുടെ തുടക്കത്തിൽ തകർന്നുപോയ മാർക്സിസത്തിൻ്റെ യാന്ത്രിക വ്യാഖ്യാനങ്ങളുടെ ഒരു ചില പരിമിതിയാണ്. ഇപ്പോഴത്തെ മാർക്സിസം അങ്ങനെയല്ല കാണുന്നത്. കാരണം എഡ്വേർഡ് സീത് മരിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഈ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബുദ്ധിജീവി പ്രതിനിധാനത്തെക്കുറിച്ചൊരു അന്വേഷണം BBC-യുടെ സഹായത്തോടു കൂടി നടത്തിയപ്പോൾ അദ്ദേഹം അതിന് ഇംഗ്ലീഷിൽ സംക്ഷേപിച്ചത് മാർജിനൽ ആൻഡ് എക്സൈൽ, amateur, an author of a language that tries to speak truth to power എന്നാണ് അദ്ദേഹം സംക്ഷേപിച്ചത്. മുഖ്യധാരക്ക് പുറത്ത് നിന്ന വിമതനായ, മുഖ്യധാരക്കകത്ത് നിൽക്കുന്നയാൾ, മുഖ്യധാരക്ക് പുറത്ത് നിൽക്കുന്നയാൾ, പ്രൊഫഷണലല്ല അമേച്ചറായിട്ടുള്ള ആൾ, അധികാരത്തോട് സത്യം പറയുന്നൊരു ഭാഷ ഉണ്ടാക്കിയ ആളാണ് വാസ്തവത്തിൽ ജൈവ ബുദ്ധിജീവിയായി കാണുന്നത്. ഇത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴും പിന്നീട് അതേക്കുറിച്ച് നേരത്തെ 5 വർഷം കൊണ്ട് അവസാനിച്ച് 6 വർഷം കൊണ്ട് അവസാനിച്ച് ഒരു പത്രത്തിൽ എഴുതാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ഓർത്തത് ഇങ്ങനെ നമുക്കൊരു ഗുരുവുണ്ടല്ലോ, ഒരാളുണ്ടല്ലോ എന്നുള്ളതാണ്. അത് ഗുരു ശ്രീനാരായണനാണ്. അദ്ദേഹം അമച്ചറായിരുന്നു, അദ്ദേഹം വിമതനായിരുന്നു, അദ്ദേഹം മുഖ്യധാരക്ക് പുറത്ത് നിന്ന ആളാണ്. അദ്ദേഹം തൻ്റെ വിപ്ലവങ്ങൾ മുഴുവൻ യുദ്ധം ചെയ്ത്, തൻ്റെ സ്ഥലങ്ങളെ മുഴുവൻ യുദ്ധം ജയിച്ച ആളാണ്. തന്നിലേക്ക് യുദ്ധങ്ങളിലൂടെ ലോകത്തെ വിളിച്ചു വരുത്തിയ ആളാണ്. ഇങ്ങനെ ഒരാൾ മലയാളിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഗുരുവിനെ, അദ്ദേഹത്തെ ഗുരു ശ്രീനാരായണനെ ഇങ്ങനെ നമുക്ക് പുതുതായി കണ്ടെത്താനാവുമോ എന്നുള്ള വലിയ ചോദ്യം കേരളത്തിലെ സാഹിത്യകാരന്മാരും നേരിടുന്നുണ്ട്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാഹിത്യത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹിത്യത്തെക്കുറിച്ച് ഇനി എന്താ പ്രസംഗിക്കാൻ? ഇത്രയേറെ ആത്മാരാമന്മാരുടെ സാഹിത്യകാരന്മാരുടെ നാട്ടിൽ സാഹിത്യത്തെക്കുറിച്ച് ഇനി എന്താ പ്രസംഗിക്കുക? സാഹിത്യമെല്ലാം അവനവൻ ആവശ്യമുള്ള അവനവരെക്കുറിച്ചുള്ള എഴുത്ത് മാത്രമായി തീരുന്നതിൻ്റെ കാര്യങ്ങൾ നേരത്തെ 2 നിരൂപകർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല, ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഗുരുവിനെ സംബന്ധിച്ച ഇത്തരം ചില ആലോചനകളിലേക്ക് കൂടി നാം നീങ്ങേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് ഇരുന്നാൽ ഒരുപാട് ജീർണതയുണ്ടാവും. പ്രവർത്തനമാണ് ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗത്തെ ഇത്രയും വലിയ നാഗരികത കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ സഹായിച്ചത് അത് പ്രവർത്തിക്കുന്ന ഒരു ജീവി വിശേഷമാണ് എന്നുള്ളതുകൊണ്ട് അത്രമേൽ പ്രവർത്തിക്കുന്ന, അത്രമേൽ അധ്വാനശീലത്വമുള്ള ഒരു ജനതയായതുകൊണ്ടാണ് ഒരുപക്ഷെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗം കഴിഞ്ഞ അനേകം ഒരുപക്ഷെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗത്തെക്കാൾ പഴയ ജീവിവർഗങ്ങൾ ഭൂമുഖത്തുണ്ടായിരുന്നു. പക്ഷേ
ഒരു ജനപദത്തെ ഒന്നാകെ അപ്രത്യക്ഷമാക്കാൻ സാധിക്കുമായിരുന്ന ശാരീരിക മികവുണ്ടായിരുന്ന ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് പിന്നീട് നമ്മൾ സിനിമയിൽ ദിനോസറുകൾ എന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ദിനോസറുകളുടെയൊക്കെ വംശം മുടിഞ്ഞു പോവുകയാണ് ചെയ്തത്. മനുഷ്യനാണ് അതിജീവിച്ചത് എന്നാണ് പറയേണ്ടത്. പക്ഷേ മനുഷ്യന് കേരളത്തിന് ഇങ്ങനെ അതിജീവിക്കാനാകും എന്ന് തോന്നാൻ വലിയ ന്യായങ്ങളൊന്നുമില്ല. ശ്രീനാരായണൻ്റെ വഴിക്ക് തന്നെ ആലോചിച്ചാൽ വലിയ ന്യായങ്ങൾ കാണാനില്ല. ഇത്ര വിശ്രമിക്കുന്ന, ഇത്ര സുഖിയന്മാരായിട്ടുള്ള, ഇത്ര ആലസ്യമുള്ള, ഒരുപക്ഷെ ബൗദ്ധികമായ അയിത്തത്തിൽ പോലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതക്ക് എങ്ങനെ തങ്ങളുടെ മനുഷ്യത്വം, അതാണ് വെറുതെ അതിജീവിക്കാം, ഭൗതികമായിട്ട് അതിജീവിക്കാം, കാനേഷുമാരി കണക്കിൽ അതിജീവിക്കാം. പക്ഷെ തങ്ങളുടെ ഈ പഴയ ചോദ്യമുണ്ട്, മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാറുള്ള വലിയ കാര്യമുണ്ടല്ലോ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങളെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാനാകും എന്ന ചോദ്യത്തിന് മിക്കവാറും ഒരു ശരിയായ ഉത്തരവും കിട്ടാനാകാത്ത നിലയിൽ തരിശായി തീർന്നിട്ടുണ്ട് കേരളം. ഈ തരിശിൻ്റെ ചില അടയാളങ്ങളാണ് നാം ഇങ്ങനെ കാണുന്നത്. പക്ഷേ നാം അത് ഇങ്ങനെ കാണുമ്പോൾ 2 വയസ്സുള്ള കുട്ടിയെ എങ്ങനെയാണ് ഇങ്ങനെ പീഡിപ്പിക്കാൻ കഴിയുന്നത് എന്ന് കാണുമ്പോൾ നാം ഇരിക്കുന്ന കസേരയുടെ സ്ഥലത്ത് വെച്ചത് കാണാൻ നോക്കേണ്ടതാണ്. നമ്മുടെ സ്ഥലത്തെ, ഗുരു ഇരുന്ന സ്ഥലത്തെയൊക്കെ പരിഷ്കരിക്കാൻ പുറപ്പെട്ട ഒരാളാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ യുദ്ധങ്ങളും ചെയ്ത ഒരാളാണ്. നമ്മുടെ സ്ഥലത്തെ, നാം ഇരിക്കുന്ന സ്ഥലത്തെ പരിഷ്കരിക്കാനുള്ള ഒരു ആത്മബോധം, ഒരു ധീരത, ഒരു വളരെ ചെറിയ, ഗുരുവിൻ്റെ ഒന്നും ആയിട്ട് യാതൊരു താരതമ്യം ആവശ്യമില്ലാത്തൊരു ചെറിയ ധീരത നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഗുരു കാണിച്ചൊരു വലിയ പാഠം അതാണ്. താൻ ഉണ്ടാക്കി തീർത്ത തൻ്റെ പേരുള്ള സ്ഥലത്ത് നിന്ന് പോലും വേണ്ട എന്ന് മനസ്സിലായപ്പോൾ, കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ ഇറങ്ങിപ്പോയ ആളാണ് ഗുരു. കോട്ടുകോയിക്കൽ വേലായുധൻ്റെ ഒരു ജീവചരിത്രത്തിൽ ഒരു സന്ദർഭം, അതൊക്കെ വീണ്ടും വായിച്ചു നോക്കേണ്ട സന്ദർഭമുണ്ട്. ഒരു രാത്രി ഒരു വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ തീരെ മോശമായ സംഭാഷണങ്ങൾ വന്നപ്പോൾ അത് ഇറങ്ങിപ്പോവുകയും കടപ്പുറത്ത് പോവുകയും രാത്രി മുഴുവൻ കുളിരുന്ന ഇതുപോലൊരു കാലത്ത് ഒരു കടലിന് അഭിമുഖമായി വെറുതെ ഇരുന്ന് ഒരു രാത്രി തീർക്കുകയും ചെയ്തതിൻ്റെ അനുഭവം കോട്ടുകോയിക്കൽ വേലായുധൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കൊള്ളരുതാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതാണ്. അത് ഗുരു പഠിപ്പിച്ച പാഠമാണ്, വളരെ പഴയ പാഠമാണ്. പക്ഷേ കൊള്ളരുതാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്, കൊള്ളരുതാത്ത ആശയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്, ഇറങ്ങിപ്പോയിട്ട് നാം നമ്മുടെ ആശയങ്ങൾ വേറെ ഉണ്ടാക്കണമെന്ന്, ജീവിതത്തെ സത്യസന്ധതയുടെ പേരിലും നേരിൻ്റെ പേരിലുമുള്ള ചില യുദ്ധങ്ങളാക്കി തീർക്കണമെന്ന ആശയമുള്ള വലിയ മനുഷ്യർ ഉണ്ടോ കേരളത്തിൽ ഇപ്പോൾ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരില്ല. വ്യവസ്ഥക്ക് കീഴടങ്ങിയ മനുഷ്യരാണുള്ളത്. അധികാരത്തോട് സത്യം പറയാത്ത മനുഷ്യരാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കേരളത്തെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനാകുന്നില്ല. ഈ വലിയ പ്രതിസന്ധി തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുതിയ തലമുറക്കെങ്കിലും അത്തരം തോന്നലുകളുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും ഇനി അങ്ങോട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ആം ആദ്മി പാർട്ടി എന്നൊരു പുതിയ പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. അത് നെറ്റിൽ വന്നൊരു പാർട്ടിയാണ്. ഞാൻ ആ പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷേ അത് നിലവിലുള്ളതൊക്കെ കൊള്ളരുതാത്തതായിരിക്കുന്നു, അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോകണം അടിയന്തരമായി എന്നതിനെക്കുറിച്ചുള്ളൊരു സന്ദേശമാണ് തരുന്നത്. അത് അവഗണിക്കാനാവാത്തൊരു സന്ദേശമാണ്. അത് ഒരാഴ്ച നിന്നാലും ഒരു മാസം നിന്നാലും ഈ പറയുന്ന പാർട്ടിയെക്കുറിച്ചോ അതിൻ്റെ നേതാക്കന്മാർ നാളെ മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിയായിട്ടും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അത് ജീവിതത്തെക്കുറിച്ചുള്ള, സമുദായത്തെക്കുറിച്ചുള്ള വളരെ അങ്ങേയറ്റത്തെ മടുപ്പിൻ്റെയും നിരാശയുടെയും ഒരു വലിയ സന്ദേശം, യുവത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്.